ഡൽഹിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്ന് പരിഹസിച്ച് ദില്ലിയിൽ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നു. പലപ്പോഴും വിദേശത്ത് കാണപ്പെടുന്നു, പബ്ബിലായിരിക്കാം, ഏതെങ്കിലും ബീച്ചിൽ കാണാം എന്ന് കുറിച്ചാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. ആരാണ് ഫ്ലെക്സ് ബോർഡിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. നോബൽ ബാരിക്കാരൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. നോബൽ ബാരിക്കാരൻ, ഒരു ഫ്ലെക്സേ ഉള്ളോ, ഒന്നിലധികം ഫ്ലെക്സുകൾ ഉണ്ടോ? അങ്ങനെ ചോദിക്കേ ശിവാനന്ദ, ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. അരുൺ, ദില്ലിയിൽ പലയിടത്തായി ഫ്ലെക്സുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗുംസുദ എന്ന പേര്, അതായത് കാണാനില്ല എന്ന പേരിലാണ് രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ഇപ്പോൾ ഇവിടെ ദില്ലിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? നമ്മൾ നിൽക്കുന്നത് ജൻപത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഈ ഫ്ലെക്സ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയെ കാണാനില്ല, പേര് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ തിരിച്ചറിയാൻ രേഖ ഒന്നുകിൽ ബീച്ചിൽ കാണും, അല്ലെങ്കിൽ പബ്ബിൽ കാണും, അല്ലെങ്കിൽ വിദേശത്ത് കാണും എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. തിരച്ചിൽ തുടരുന്നു. चीटिंग करता है तू, चीटिंग 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 करता है तू. ആരാണ് ഈ ഫ്ലെക്സ് വെച്ചത് എന്ന് മാത്രം ഇതിൽ എന്താണെങ്കിലും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി നിലവിൽ വിദേശയാത്രയിലാണ് ഉള്ളത്. അതിലൂടെ പശ്ചാത്തലത്തിലാണ് ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പറഞ്ഞു ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. കോൺഗ്രസ് വ്യക്തമാക്കുന്നത് BJP-ക്കാരും അതോടൊപ്പം തന്നെ അതുമായി മറ്റ് എതിർ രാഷ്ട്രീയ കക്ഷികളുമാണ് ഈ ഫ്ലെക്സിന് പിന്നിൽ എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. സമാനമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മുൻപ് പറഞ്ഞ വാചകങ്ങൾ ഉൾപ്പെടുത്തി ഇതേപോലെ തന്നെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ ബാക്കി ആൾക്കാർക്ക് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ സർക്കിൾ എന്ന് പറയുന്നത്. അതാണെങ്കിലും ആരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ഈ നിർണായക ഘട്ടത്തിൽ രാഹുൽ വിദേശത്തേക്ക് യാത്ര നടത്തുന്നതൊക്കെ കോൺഗ്രസിനകത്ത് പോലും വിമർശനങ്ങൾ പണ്ടൊക്കെ ഉയർന്ന സമയങ്ങളുണ്ടായിരുന്നു. എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫ്ലെക്സ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.